ഹായ്, ഗുഡ് ഈവനിങ്. ഞാനിന്ന് ഭാഗവതത്തിലെ ഒരു കഥയും ഇന്നത്തെ ഒരു വിശേഷ ദിവസം കൂടെ മിക്സാക്കി കൊണ്ടുവരിക. ഭാഗവതം വായിച്ച് യാത്രയും പറഞ്ഞ് പോയതാണ്. പക്ഷേ ഇന്നെനിക്ക് അത് വായിക്കണമെന്ന് തോന്നി. അപ്പോൾ വാമന അവതാരത്തെക്കുറിച്ച് വായിച്ച്. അപ്പോൾ ഇന്നത്തെ ഏകാദശി വരുധിനി ഏകാദശി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണത്. അപ്പം അതിൻ്റെ കാര്യം കൂടി അത് രണ്ടും കൂടി മിക്സാക്കി ഒരു ബന്ധമുണ്ട് ഇതിന്. അതൊന്ന് പറയാൻ വേണ്ടി. അപ്പം മഹാബലിയുടെ സൽഭരണം, മഹാബലി ഏറ്റവും നല്ല രാജാവായിരുന്നു അസുരന്മാരിൽ. അദ്ദേഹം സൽഭരണം കൊണ്ടും ദേവലോകം തന്നെ പിടിച്ചടക്കി. ഭരണം കൊണ്ട് മാത്രമല്ല, ദേവലോകത്ത് ഭരിക്കാനുള്ള അർഹത അയാൾ നേടി എന്നുള്ളതാണ്. അപ്പം അതിനെ എതിർത്ത ഇന്ദ്രദേവനെ പരാജയപ്പെടുത്തി. ഇന്ദ്രദേവനെ അതുകൊണ്ടൊന്നുമല്ല, ഇന്ദ്രദേവൻ്റെ കയ്യിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ പരാജയപ്പെടുത്തിയ ശേഷം ദേവലോകം കൂടി മഹാബലി പിടിച്ചെടുത്ത്. അതോടുകൂടി അസുരന്മാർ അലങ്കാരം മൂത്ത് ദേവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാത്തിനും ഓടിച്ചു കളഞ്ഞ് ദേവലോകം കീഴടക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ്റെ അമ്മയായ അതിഥിക്ക് ഭയങ്കര സങ്കടമാകും മകൻ്റെ കാര്യം ഓർക്കുമ്പം. മകൻ രാജാവായിരുന്നു ദേവലോകത്തിൻ്റെ. പക്ഷേ എല്ലാ രാജ്യവും പദവിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് വളരെ സങ്കടത്തോടെ കഴിയുന്ന ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അമ്മ എങ്ങനെ എൻ്റെ മകനെ രക്ഷിക്കുമെന്നോർത്ത് ചിന്താവിവശമായിരിക്കുമ്പം കശ്യപ പ്രജാപതി അവരുടെ ഭർത്താവ് വരും. അദ്ദേഹം പറയും, നീ ഒരു കാര്യം ചെയ്യ്, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വരുന്നുണ്ട്. അന്ന് നീ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കണം, വ്രതം അനുഷ്ഠിക്കണം. നാരായണനെ പ്രാർത്ഥിച്ച് വെറും ഒരു 12 ദിവസം കൊണ്ട് നിനക്ക് നിഷ്ഠകളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ആ നിഷ്ഠകളോടെ വ്രതം ആചരിച്ചാൽ 12 ദിവസം കൊണ്ട് ഈശ്വരനെ നിനക്ക് കാണാൻ കഴിയും. അപ്പോൾ നിൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷനാവും. ആ സമയത്ത് നിനക്കിഷ്ടമുള്ള വരം ചോദിക്കാം. അപ്പം ആ വരബലത്തിലൂടെ ഈശ്വരൻ്റെ സഹായം കിട്ടും. ആ സഹായത്താൽ നമുക്ക് നമ്മുടെ മകനെ ദേവലോകവും മകൻ്റെ രാജപദവിയും എല്ലാം തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ പറ്റും. മകൻ്റെ സങ്കടം തീർക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറയും. അതിഥിക്ക് സന്തോഷമാവും. ഇവരൊക്കെ ജന്മജന്മാന്തരങ്ങളായി ഈശ്വരനോട് വരം വാങ്ങിച്ചിട്ട് ഭഗവാൻ ഇവരുടെ പുത്രനായൊക്കെ ഒരുപാട് തവണ ജനിച്ചിട്ടുള്ളതാണ്. ഇവരത് വാങ്ങിച്ചിട്ടുള്ള തപസ്സനുഷ്ഠിച്ച് ഒരുപാട് കാലങ്ങൾ. അപ്പം ഇത് അതിനൊരു ഹേതുവാണെന്നേ ഉള്ളൂ. വിഷ്ണുവിന് വീണ്ടും ഇവരുടെ മകനായി ജനിക്കാൻ വേണ്ടി ഉള്ള ഒരു കാരണം. അങ്ങനെ ഈ അതിഥി വ്രതം അനുഷ്ഠിക്കുകയും ഈ വരുധിനി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പ്രൊട്ടക്ഷൻ, ഹിന്ദി വാക്കാണ് വരുധിനി. മലയാളത്തിൽ പ്രൊട്ടക്ഷൻ, ഇംഗ്ലീഷിൽ പ്രൊട്ടക്ഷൻ, മലയാളത്തിൽ സംരക്ഷണം നമുക്ക് ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന ഒരു ഏകാദശി. അതാണ് ഉദ്ദേശിക്കുന്നത്. ആര്യാഹാരം ഒന്നും കഴിക്കാതെ നിഷ്ഠയോടെ ആചരിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ രോഗികളൊക്കെ അവർക്ക് ഇഷ്ടമല്ല അരിയാഹാരം കഴിക്കാതെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ. എന്നാലും ഞാനും കൂടെ ഇന്ന് എൻ്റെ മകന് വേണ്ടി അതൊന്നും നോക്കിയിട്ടുണ്ട്. ഈശ്വര, എല്ലാവർക്കും നമുക്ക് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മമാരത് ചെയ്യുമ്പോൾ എന്തായാലും മക്കൾക്ക് അതിൻ്റെ ഫലം ഈശ്വരൻ കൊടുക്കാതിരിക്കത്തില്ല. അവർ നല്ലതായിരിക്കുന്നത് നമുക്ക് നല്ലതല്ലേ, നമുക്കതിലെ സന്തോഷം. അപ്പോൾ ഓക്കെ. അതുകൊണ്ട് അതിഥി അങ്ങനെ വ്രതം നോക്കി ഈശ്വരൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവരിതേപോലെ മകൻ ദുഃഖ കാരണം പറയുകയൊക്കെ ചെയ്യും. അപ്പം പറയും, നിങ്ങൾ വേണ്ട, വിഷമിക്കേണ്ട, സമാധാനമായിട്ടിരിക്കുക, എല്ലാത്തിനും ഞാൻ വഴി ഉണ്ടാക്കാമെന്ന് പറയും. അങ്ങനെ അതിഥി വീണ്ടും ഗർഭിണിയാവുകയും അവരുടെ മകനായി ബ്രഹ്മചാരിയുടെ രൂപത്തിൽ ഈശ്വരൻ ഒരു അവതരിക്കുകയും ദിവ്യരൂപമൊക്കെ അവർക്ക് മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനുശേഷം വടരൂപത്തിൽ ഭഗവാൻ പോകാൻ തുടങ്ങുമ്പോൾ ഭഗവാന് വേണ്ടുന്ന എല്ലാം ഒരു ബ്രാഹ്മണ ഭിക്ഷുവിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ദേവിമാരും അച്ഛനും അമ്മയും ഗുരുക്കന്മാരും എല്ലാം കൂടി കൊടുക്കും. കമണ്ടലും പിന്നെ ഓലക്കുടയും പൂണൂലൊക്കെ അതെല്ലാം ശരിയാക്കും. എല്ലാ കാര്യങ്ങളും വേണ്ടുന്നതെല്ലാം കൊടുക്കും. എല്ലാ ദേവതകളും പിന്നെ മാതാപിതാക്കളും എല്ലാം ഗുരുക്കന്മാരും എല്ലാം കൂടി ചേർന്ന് എല്ലാം കൊടുത്ത് ഭഗവാനെ കാര്യനിർവഹണത്തിനായി പറഞ്ഞു വിടും. ഭഗവാൻ അവരെയും അനുഗ്രഹിക്കും. ഈശ്വരനെ കുഞ്ഞല്ലേ,
അനുഗ്രഹിച്ച് അവരും പറഞ്ഞു വിടും. അങ്ങനെ ഭഗവാൻ പോയി മഹാബലി ഒരു യാഗം നടത്തുന്നിടത്ത് പോയി അവിടെ ഇങ്ങനെ ആ യാഗം നോക്കിയിരിക്കും. ഇരിക്കുമ്പോൾ പിന്നെ ബലി ചോദിക്കും, നീ എന്തിനാ കുഞ്ഞെ കുറേ സമയമായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുന്നുണ്ടല്ലോ, ഈ യാഗം നോക്കിയിരിക്കുന്നല്ലോ, എന്താ ആവശ്യം, നിനക്കെന്താ വിശക്കുന്ന, ചോറ് വേണോ, അതോ പിന്നെ എന്താണ് താമസിക്കാൻ ഇടവില്ലേ, താമസ സ്ഥലം വേണോ, വീട് വേണോ, അതോ സ്വർണം വേണോ, അതോ പശുക്കളെ വേണോ, എന്താ നിനക്ക് വേണ്ടത്, നീ എന്തിനാ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുന്നതെന്ന്. അത് അങ്ങ് വലിയ ദാനം ചെയ്യുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്ന് കാണാൻ വന്നേ. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറയും എനിക്കതൊന്നും വേണ്ട, എനിക്കൊരു 3 അടി സ്ഥലം മതിയെന്ന് പറയും. മടിച്ചാണ് ഞാൻ ഇരുന്നത് ചോദിക്കാൻ. എന്നാലും എനിക്കൊരു 3 അടി സ്ഥലം തരുമോ എന്ന് ചോദിക്കും. അതെന്തിനാ നിനക്ക് 3 അടി സ്ഥലം, നിനക്ക് എൻ്റെ കൂടെ താമസിക്കാം, എൻ്റെ കൊട്ടാരത്തിൽ എന്നോടൊപ്പം താമസിക്കാമല്ലോ, എന്തിനാ 3 അടി സ്ഥലമെന്ന്. അതെനിക്ക് അവിടെ ശാന്തനായി തപസ്സിരിക്കാൻ. അതിന് മുമ്പ് പേരെന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പേരൊക്കെ ഞാനിങ്ങനെ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഭിക്ഷയൊക്കെ വാങ്ങിച്ച് സ്വീകരിച്ച് ചുമ്മാ അതെല്ലാം കണ്ട് ലോകങ്ങളെല്ലാം ചുറ്റി സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഒരു ബാലനല്ലേ, എനിക്ക് പിന്നെ ആൾക്കാരെന്നെ പല പേരുകൾ വിളിക്കും. പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല എനിക്ക്. എല്ലാവരും എന്നെ അവരവർക്ക് ഇഷ്ടമുള്ള പേരാണ് വിളിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുമില്ല, എനിക്ക് ആരുമില്ല. എനിക്കൊരു 3 അടി പ്രദേശം എനിക്ക് തപസ്സിരിക്കാൻ വേണ്ടി തരണമെന്ന് പറയും. അവിടെ ഇരുന്ന് തപസ്സനുഷ്ഠിക്കാനെന്ന് പറയും. അപ്പം ബലി പറയും, നിനക്കൊരു രാജ്യം തന്നെ ഞാൻ തരാമെന്ന് പറയും. നീ വിഷമിക്കണ്ടെന്ന്. അയ്യോ എനിക്ക് രാജ്യമൊന്നും വേണ്ട, എനിക്കൊരു വെറും 3 അടി സ്ഥലം മാത്രം മതി എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും നിന്ന് അസന്മാരുടെ ഗുരു ആരുടെ പേരുണ്ട്, ശുക്രാചാര്യർ, അദ്ദേഹം പറയും മഹാബലിയോട് പറയടാ നീ ഇങ്ങോട്ട് വന്നേക്കാം രഹസ്യം പറയട്ടെ. അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. വിളിച്ചിട്ട് ബലിയോട് പറയും, വിളിച്ചിട്ടല്ല ബലിയോട് പതുക്കെ പറയും, നീ ആ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കേ, ഇത്രയും ചൈതന്യവും ഇത്രയും ആകാരവടിവും ഇത്രയും സൗകുമാര്യമുള്ള ഒരു കുഞ്ഞിനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഒരു ബാലനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം മഹാബലി പറയും, എന്താ അങ്ങനെ ചോദിച്ചത്, ഇല്ല ഭയങ്കര ചൈതന്യമുള്ള ഒരാൾ, എന്താ അങ്ങനെ അവിടുന്ന് ചോദിക്കാൻ കാര്യം, ഇത് ആരാന്ന് നിനക്കറിയാവോ, അറിയില്ല, പറയാം ആരാണ്, ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ഇത് നീ കൈയടക്കി വെച്ചേക്കുന്ന ദേവലോകവും ദേവേന്ദ്രൻ്റെ രാജപദവിയും ഒക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നേക്കുമോ പടരൂപത്തിൽ, അതുകൊണ്ട് നീ 3 അടി സ്ഥലം കൊടുക്കുന്ന കാര്യം തീരുമാനിക്കാം, അത് നാളെ വരാൻ പറയാൻ പറയും. അപ്പം മഹാബലി പറയില്ല, ഞാൻ പറയത്തില്ല, എനിക്ക് വാക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല, അവിടുന്ന് പറയുന്നൂട്ടല്ല, എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമില്ല, ഞാൻ വാക്ക് തെറ്റിക്കത്തില്ല. ഇനിയിപ്പോൾ ഈശ്വരനാണെങ്കിൽ തന്നെ ഈശ്വരൻ വിചാരിച്ചത് നടക്കാതിരിക്കുമോ, ഭഗവാൻ എന്ത് വിചാരിക്കുന്നോ അതൊക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ എനിക്കിനി എന്തായാലും വാക്കൊന്നും തെറ്റിക്കാൻ വയ്യത്തില്ല, കാരണം നീ ഗുണം പിടിക്കത്തില്ലെന്നൊക്കെ അദ്ദേഹം ശപിക്കുകയൊക്കെ ചെയ്യും, എന്നാലും വേണ്ടില്ല, ഞാൻ വാക്ക് തെറ്റിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ 3 അടി സ്ഥലം കൊടുക്കാമെന്ന് പറയും മഹാബലി. അപ്പം ഇദ്ദേഹത്തിന് ഈ വടുവിന് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചോദിക്കും. ആ വെള്ളം കമണ്ടലിൽ ഒഴിച്ചു കൊടുക്കുമ്പം ഈ ദേവഗുരു ശുക്രാചാര്യർ ഒരു കരടായിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഒരു ജീവി വണ്ടോ ഗിണ്ടോ ആയിട്ട് അതിനകത്ത് കിടക്കും. അത് കമണ്ടലോ അതിൻ്റെ വായടച്ചുകൊണ്ട് അതിനകത്ത് കയറി കിടക്കും. വിഷ്ണു ഇത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒരു ദർഭ എടുത്തൊരു കുത്തു കൊടുക്കും. നല്ലതായിട്ട് വേദനിക്കുന്നതുകൊണ്ട് പുള്ളി അതിൻ്റെ സൈഡിലോട്ട് മാറി ഒതുങ്ങി ഇരിക്കും. കമണ്ടലുവിൻ്റെ വലിയ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. വെള്ളം ഈ കമണ്ടലുവിൽ വീഴുന്നതനുസരിച്ച് ഭയങ്കര ചെറിയ കമണ്ടലും ചെറിയ കുട്ടിയുമായിരുന്നു. അത് വെള്ളം എത്രത്തോളം ഒഴിക്കുന്നോ കമണ്ടൽ നിറയുന്നുണ്ട്, അതോടൊപ്പം കമണ്ടൽ വലുതാകുകയും ഈ വിഷ്ണു രൂപവും ഈ വടരൂപവും വലുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭീകരമായി വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു, കമണ്ടൽ ഫുള്ളാകുന്നില്ല, ആൾ വളർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് പേടിക്കും മഹാബലിയെ. പേടിച്ച് അന്നേരം മനസ്സിലാകുന്ന, ദൈവമേ എൻ്റെ അടുത്ത് ഗുരു മര്യാദയ്ക്ക് ഉപദേശിച്ചതായിരുന്നു, ഇത് വിഷ്ണു ഭഗവാനാണെന്ന് ഞാൻ കേൾക്കാതെ ചെയ്തതല്ലയോ എന്നൊക്കെ മനസ്സിലോർക്കും. എന്നിട്ട് പിന്നെ ഓർക്കും, ദേവഹിതമൊന്നും ആർക്കും തടയാൻ പറ്റില്ലല്ലോ, അപ്പം ക്ഷമിച്ചേക്കാം എന്നല്ല
ഈശ്വരനെ പ്രാർത്ഥിക്കാനുള്ള വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് ആലോചിക്കും. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ ആ വലിയ രൂപമായ ഭഗവാൻ ഭൂമിയും സ്വർഗവും രണ്ട് പാദം വെച്ചിട്ട് അളക്കും. ഇനി ഒരു മൂന്നാമത്തെ അടി എവിടെ എന്ന് ചോദിക്കും. ഭൂമിയും സ്വർഗവും ഞാൻ അളന്നെടുത്ത് മൂന്നാമത്തെ പാദം ഞാൻ എവിടെ വെക്കണമെന്ന് ചോദിക്കും. എന്നിട്ട് മൂന്നാമത് കാലുയർത്തുമ്പം തന്നെ അണ്ടകടാഹം പൊട്ടി വലിയ വെള്ളം കുതിച്ചു വരും. ഗംഗ അപ്പുറത്തേക്ക് വരും. അങ്ങനെ അപ്പോഴത്തേന് ദേവന്മാരെല്ലാം വന്നിട്ടുണ്ട് ഇതെല്ലാം കാണാനായിട്ട്. ദേവന്മാരും അസുരന്മാരും കൂടെ അപ്പം തന്നെ യുദ്ധം തുടങ്ങും. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ഇടയിൽ മഹാബലി തടയുകയൊക്കെ ചെയ്യുമെങ്കിലും ഒരുപാട് അസുരന്മാർക്ക് നാശങ്ങൾ സംഭവിക്കുക, അവന്മാർ ഒത്തിരി എണ്ണം വെള്ളത്തിൽ ഒഴുകി പോവുകയൊക്കെ ചെയ്യും. ആ ഇതിന് വലിയ തോതിൽ അസുരന്മാരെ നശിക്കും. അപ്പോൾ മൂന്നാമത്തെ കാല് ഞാൻ എവിടെ വയ്ക്കും? ബലി മുട്ടുകുത്തി നിന്ന് തൊഴുതിട്ട് പറയും, ഈശ്വര അവിടെ നിന്ന് അതെൻ്റെ തലയിൽ വെച്ചോളാൻ പറയും. അപ്പോൾ പ്രഹ്ലാദൻ അവിടെ എത്തും. പ്രഹ്ലാദനെ കാണുന്ന വിഷ്ണു ഭഗവാൻ ഭയങ്കര സന്തോഷമാണ്. ഹിരണ്യകശിപുവിൻ്റെ മകനായിരുന്നില്ലേ പ്രഹ്ലാദൻ്റെ കൊച്ചുമോനാണ് മഹാബലി. അപ്പോൾ തൻ്റെ ഭക്തനെ കാണുമ്പം വടുവായ വിഷ്ണു വാമനായി അവതരിച്ച വിഷ്ണു ഭഗവാൻ ഭയങ്കര സന്തോഷത്തോടെ കുശലാന്വേഷണമൊക്കെ ചെയ്യുമ്പം പ്രഹ്ലാദൻ പറയും, ഇദ്ദേഹത്തോട് ക്ഷമിക്ക്, ഇത് അങ്ങ് ദൈവത്തോട് ദേഷ്യത്തോടെ ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പം തന്നെ ഭൂമിയും പിന്നെ സ്വർഗവും ഒക്കെ അളന്ന് ഇവനധികം ദയനീയ അവസ്ഥയിലല്ലേ, ഇനി പിന്നെ ക്ഷമിച്ച് മാപ്പ് കൊടുത്ത് സൽഗതി കൊടുത്ത് അനുഗ്രഹിക്കണം ഭഗവാനെ എന്ന് പ്രഹ്ലാദൻ പറയും വിഷ്ണു ഭഗവാന്റെ അടുത്ത്. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയും, അത് നീ വിഷമിക്കണ്ട, അവനെ ഞാൻ അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല, ചവിട്ടിക്കൊല്ലത്തൊന്നുമില്ല. പക്ഷേ ഞാൻ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഏതൊരാളായാലും അവൻ വളരെ ദയനീയനായി വരുമെന്ന്. അത് വായിച്ചു വന്നപ്പോൾ എനിക്ക് ചെറിയ സന്തോഷമായി. എനിക്ക് ഭയങ്കര കഷ്ടതകൾക്കുണ്ട്, ഈശ്വരൻ ചിലപ്പോൾ അനുഗ്രഹിക്കാമെന്ന് ഞാൻ പെട്ടെന്ന് അത്രയും വായിച്ചു വന്നപ്പോൾ എനിക്ക് ഒന്ന് ശരിയായത്. അപ്പോൾ ഞാൻ പിന്നെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് അവൻ ദീനനായി വരുമെന്ന്. അവനെ ഏറ്റവും, അതായത് നമ്മളെ പരീക്ഷിച്ച് ഏറ്റവും അധികം മഹാബലി അങ്ങനെ ശരിക്കും പരീക്ഷിക്കുക തന്നെ ആയിരുന്നില്ലേ, ഏറ്റവും അധപതനത്തിൻ്റെ അവസ്ഥയിലെത്തിച്ച് നമ്മളെ കൊല്ലാക്കൊല്ല ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും. അപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഭക്തി പോകാതെ ഭഗവാനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഈശ്വരൻ പിന്നെ ഉപേക്ഷിക്കത്തില്ല, തീർച്ചയായിട്ടും രക്ഷിക്കും, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും ഭഗവാൻ. അങ്ങനെ പറയും പ്രഹ്ലാദനോട്, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഇവനെ അങ്ങനൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് കാല് പതിയെ ശിരസിൽ വെച്ചിട്ട് പറയും, നീ കുറച്ചു കാലം പാതാളത്തിൽ ജീവിക്ക്, അത് കഴിഞ്ഞിട്ട് നിനക്കെല്ലാം തിരിച്ചു കിട്ടും, നീ കുറച്ചു കാലം അവിടെ പാതാളത്തിൽ ജീവിക്കാൻ പറഞ്ഞു. ഭഗവാൻ ദേവലോകത്ത് പോയി ദേവന്മാർക്ക് ദേവലോകവും തിരിച്ചു കൊടുക്കും. ദേവേന്ദ്രന് സിംഹാസനവും എല്ലാം കൊടുത്ത് രാജപദവിയും കൊടുത്തിട്ട് ഈശ്വരൻ പോകും, അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് പറഞ്ഞ ഇതാണ്. നമ്മുടെയൊക്കെ മക്കളൊക്കെ ഓരോ തരത്തിലും അവർ കടമകളൊക്കെ മറന്നു പോവുകയും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഈ ഏകാദശിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുമായിട്ട് കണക്റ്റഡ് ആയത് അങ്ങനെയാണ് വാമന അവതാരവുമായിട്ട് ഈ ഏകാദശി കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഏകാദശി വ്രതം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് നമ്മുടെ മക്കൾക്കാണെന്ന് പറയും. അത് എല്ലാ അമ്മമാർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ കഥ വായിച്ചപ്പം ഇതുമായിട്ടുള്ള കണക്ഷൻ അറിഞ്ഞപ്പോൾ അന്ന് പറയാമെന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. എന്നാലും ഞാൻ ഭാഗവതമായിട്ട് ഡിസ്കണക്റ്റൊന്നും അല്ല, ഞാൻ അതിൽ നിന്ന് കുറച്ച് കഥ അന്ന് ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഈശ്വരൻ എന്നെ കണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു കുഞ്ഞുങ്ങളി ഇവർക്ക് വട്ടം കണ്ടെന്ന് പറയാതിരിക്കാൻ ഈശ്വരൻ അത് സത്യമാണെന്ന് പ്രൂഫ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഞാൻ ഈശ്വരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ.
ഇത് പക്ഷേ ഈ ഭാഗവത കഥയൊക്കെ ഞാൻ ഇടയ്ക്ക് ഞാൻ ആദ്യം മുതൽ വീണ്ടും വായിക്കാൻ തുടങ്ങി. ആദ്യം മുതലൊന്നും ഞാൻ വായിച്ചില്ലായിരുന്നു. കുറച്ച് നിനക്ക് പറ്റുന്നിടം വായിച്ച് കുറച്ച് കഥ പറയാനേ ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യം ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഭാഗവതം ആദ്യം മുതൽ വായിച്ച് അതിൻ്റെ സത്യം ഉൾക്കൊള്ളണം. എന്താണ് അത്, ആ ബുക്കൊന്നും ഞാൻ വായിച്ചിട്ടേ ഇല്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വായിച്ചിട്ട് ഇടയ്ക്കുള്ള പേജുകൾ വായിച്ചിട്ട് ആ കഥയൊക്കെ നേരത്തെ പറഞ്ഞ് 10 കഥയും കണ്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുമ്പോൾ ഇന്ന് ആ ഏകാദശിയും ഈ വാമന അവതാരമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നോക്കിയത്. ഈ എന്താണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിൽ ഭയങ്കര ഈ മാസം കംപ്ലീറ്റ് ഈശ്വര ചൈതന്യം, ഈശ്വരന് ശക്തി കൂടുന്ന ഒരു മാസമാണ്. വിഷ്ണു ഭഗവാന്റെ ചൈതന്യം ഫുള്ളി ഭൂമിയിലുള്ള ഒരു മാസമാണിത്. ഈ മാസത്തിൽ നമുക്ക് ഈശ്വരനോട് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പിന്നെ എല്ലാവരും ഇപ്പം നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് ദുഃഖമൊക്കെ വരുമ്പോൾ നമ്മൾ ഭക്തരാണെങ്കിൽ, നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടിയും വരും. അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനെ തള്ളിപ്പറയാതെ, ഞാനൊരു 1000 വട്ടം തള്ളിപ്പറയും എന്നിട്ട് ഞാൻ പിന്നെ സ്നേഹിക്കും. അപ്പം തള്ളിപ്പറയാതെ നമ്മൾ ഈശ്വരനിൽ വിശ്വാസം ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഞാൻ ഇങ്ങനെ പറയുന്നെങ്കിൽ ഈശ്വരൻ എനിക്ക് തന്നെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളോടത് പ്രൂഫ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ലെന്ന് വിചാരിച്ചു. അങ്ങനല്ല, ഞാൻ വിശ്വസിക്കുക. ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ദീനനായി വരുമെന്ന്. ഞാൻ അനുഗ്രഹിക്കുന്നതിന് മുമ്പേ അവൻ ദീനനായ കുചേലനെയൊക്കെ എന്താണ് സഹന ശക്തിയുടെ നെല്ലിപ്പലക കണ്ട് കൃഷ്ണൻ്റെ കൂട്ടുകാരനായിരുന്നു. വെറും അങ്ങ് അധപ്പതനത്തിൻ്റെ അങ്ങേറ്റത്ത് ഞാൻ എപ്പോഴും ഓർക്കും, അത് ചിന്തിക്കുകയും ചെയ്യും. എന്തിനാ ലാസ്റ്റ് മാത്രം കുചേലൻ ഇങ്ങനെ ഒരു എന്താണ് സമ്പത്തൊക്കെ കൊടുത്തത്. കുചേലൻ ജീവിച്ച് കഷ്ടത അനുഭവിച്ചു. പക്ഷെ ഒരിക്കൽ പോലും ഭഗവാനെ കാണാൻ ചെല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല കുചേലൻ. നേരത്തെ പോയിരുന്നെങ്കിൽ നേരത്തെ കിട്ടിയേനെ. കുചേലൻ പോയില്ല. ആത്മാഭിമാനം കൊണ്ട് ഇങ്ങനെ പോകാതിരുന്നു. അവസാനം ഒരു ഗതിയില്ലാതായപ്പോൾ ഭാര്യ പറഞ്ഞതുകൊണ്ടാണ് കുചേലൻ പോയത്. അതുപോലെ നമ്മൾ ഭഗവാനെ കൈവിടാതെ, അല്ലെങ്കിൽ ഭഗവാനോടുള്ള കണക്ഷൻ നമ്മൾ കളയാതെ, നമ്മുടെ കഷ്ടതകൾ നമ്മൾ എന്തായാലും അനുഭവിക്കണം. അപ്പോൾ ഈശ്വരനിലൊരു പിടുത്തം വേണം. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈശ്വരൻ നമ്മളെ ഇതിനകത്തെല്ലാം ഭാഗവതത്തിലൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്. അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മളെ കഷ്ടപ്പെടുന്ന ആ കഷ്ടതകളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പോയി ആത്മഹത്യ ചെയ്യാതെ. ഞാൻ എത്ര പ്രാവശ്യം മരിക്കാൻ പോയി. ആ പാളത്തിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന 2 പാളമുണ്ട്. അവിടെ ചെല്ലുമ്പം ആരെങ്കിലും അവിടെ കാണും. ഞാനവിടെ സിമെൻറ്റിൻ്റെ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ പോയി ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ ട്രെയിൻ വരുമ്പം മരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം ഏതേലും ഒരുത്തിനെ കെട്ടിയെടുത്ത് അവിടെ കൊണ്ടുവരും. കൊണ്ടുവന്ന് എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നു, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പോരും. കാരണം നമ്മുടെ സമയമായിട്ടില്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ മാനസികമായിട്ട് അത്ര അധികം സങ്കടം നമുക്കുണ്ടാകുന്നതുകൊണ്ടല്ലേ നമ്മളങ്ങനെ പോയി ഇരിക്കുന്നത്, അതിന് ശ്രമിക്കുന്നത്. എന്നാലും നമ്മളത് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മരിക്കണമെങ്കിൽ ഈശ്വരൻ തന്നെ വിചാരിക്കണം. നമുക്ക് എന്നാണോ തിരിച്ചു കൊണ്ടുവന്നത് ആ സമയത്ത് നമ്മൾ പോയിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ കാശ്മീരിൽ നടന്ന സംഭവം. ഒരുപാട് ധനികരാ ഈ പോയതൊക്കെ. അവർ ടൂറിന് വേണ്ടി പോയതാണ്, ടൂറിസ്റ്റുകളാണ്. അത് ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുമല്ല. എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവർ, വസ്ത്രമില്ലാത്തവർ, ആഹാരമില്ലാത്തവർ, കിടക്കാൻ ഇടമില്ലാത്തവർ. അവർ ഒരു സ്വപ്നത്തിൽ പോലും കാശ്മീരൊന്നും കാണുന്നില്ല, ഒരു സ്ഥലവും കാണുന്നില്ല. ഈ ഒരുപാട് സമ്പത്തുള്ളവർക്ക് കുറച്ചൊക്കെ അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് ഈ പിന്നെ കൊള്ളസംഘങ്ങൾ അല്ലെങ്കിൽ ഈ തീവ്രവാദികളുള്ള ഏരിയയിലൊന്നും പോവാതെ വേറെ എങ്ങോട്ടേലും പോയിക്കൂടെ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അവിടെ പോയി ഈ സമ്പത്തെല്ലാം കൊണ്ടുപോയി അവിടേക്കൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പോയി കിടന്ന് തീവ്രവാദികളുടെ വെടികൊണ്ട് മരിക്കണം. ഇതൊക്കെ ഇതിൽ നിന്ന് നമ്മളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ശിവഭഗവാനും വിഷ്ണു ഭഗവാനും എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ആഹാരവും വസ്ത്രവും വസിക്കാനൊരു സ്ഥലവും മാത്രമേ മനുഷ്യന് ആവശ്യമുള്ളൂ എന്ന് ഭഗവാൻ പറയും. മഹാദേവനും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അടിസ്ഥാന ആവശ്യങ്ങൾ, അത് കഴിഞ്ഞുള്ള പണം. നമുക്കൊരുപാട് സമ്പത്ത് ജന്മങ്ങളായിട്ടുള്ള നമ്മുടെ സൽപ്രവർത്തി കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മുടെ കുട്ടികൾക്കുള്ളത്, അതെല്ലാം കഴിച്ചുള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ. കാരണം അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. അവരും ആഹാരം കഴിക്കാനും വസ്ത്രം ധരിക്കാനും കിടപ്പാടത്തിനും ഒക്കെ അവകാശമുള്ളവരാണ്. ഒരുപക്ഷെ
അവരുടെ മുൻ ജന്മത്തിലെ പാപഫലം കൊണ്ടോ എന്തെങ്കിലും ആയിരിക്കും അവർക്ക് ആ സമ്പത്ത് നിഷേധിക്കുന്നത്. അപ്പോൾ അവർക്കത് കൊടുത്ത് അവരെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. കലിയുഗം അതിൻ്റെ ഭീകരാവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പം ടൂർ പോയവരെയൊന്നും ഞാൻ കുറ്റം പറഞ്ഞ് എനിക്ക് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ആക്ഷേപിച്ചൊന്നുമല്ല. ഞാനെപ്പോഴും ലോജിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാശ്മീരിൽ എപ്പോഴും പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ എവിടെയെങ്കിലുമൊക്കെ കാണും. അവിടെ പോയി നമ്മൾ അവരുടെ വെടികൊണ്ട് മരിക്കുന്നതിനേക്കാളും നല്ല നമ്മുടെ നാട്ടിൽ കിടന്ന് എന്താണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തല്ലാതെ പോകാതിരുന്നൂടെയെന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഈ കാര്യം, ഈ മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് വലിയ എന്താണ്, ഈ ഒരു മരണം ഇപ്പം നമ്മളെ ഈ ദിവസം വരെ ജീവിക്കുകയുള്ളെങ്കിൽ അല്ലെങ്കിൽ ആ മരണം ക്രൂരമായ മരണത്തിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഭഗവാനെല്ലാം കാണും. ഇതിൻ്റെ ഒരു ഇന്നത്തെ ഈ യുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നോക്കിയിരിക്കുക. ബൈനോക്കുലർ വെച്ചിട്ട് ഭൂമിയിലേക്കുള്ള സർവ്വ ആൾക്കാരുടെയും പ്രവർത്തികൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. എല്ലാവർക്കും തോന്നും വെറുതെ പറയാം, ഭഗവാൻ ഒന്നും കാണത്തൊന്നുമില്ലായിരിക്കും. പക്ഷേ ദൈവത്തിനെ പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ എല്ലാം കാണത്തൊന്നുമില്ലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഈശ്വരനെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്. നമ്മളുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്തകൾ നമ്മളിത്രയും പാടായിട്ട് ചിന്തിക്കുവാണെങ്കിൽ അതുപോലെ ഈശ്വരൻ കണ്ടുപിടിച്ച് അപ്പം തന്നെ നമുക്ക് അതിനുള്ള മറുപടി പറഞ്ഞു തരും. എനിക്ക് കിട്ടും മറുപടി. ഞാൻ അതുകൊണ്ട് പറഞ്ഞേ. അപ്പം ഇനി ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഉണ്ടായാൽ അതെടുത്ത് കഴിഞ്ഞ് എൻ്റെ മോനും, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ ദാനം ചെയ്യുക തന്നെ ചെയ്യും. കിട്ടിയ സമ്പത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എന്തിനാ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ കുറേ വസ്തു ഉണ്ടായിരുന്നു. അതിങ്ങനെ ചുറ്റിപ്പിടിച്ച് മനുഷ്യനെ ഒന്നും അവിടെ കയറ്റത്തില്ല. തേങ്ങയും ചക്കയും മാങ്ങയും കുരുമുളകും എല്ലാം ഉണ്ട് അവിടെ. ഒരാൾക്കും ഞങ്ങൾക്കൊന്നും ഷെയറും തന്നിട്ടില്ല. അച്ഛനതെന്ന് ഒരു മനുഷ്യനെ അവിടെ കയറ്റത്തുമില്ലായിരുന്നു. അവസാനം അച്ഛന് നിപ്പിൽ തന്നെ പോകേണ്ടി വന്നു. അമ്മയും പോയി അതേപോലെ. അതിപ്പോൾ ആ സ്ഥലം അവിടെ വെറുതെ കിടക്കുക. നാട്ടുകാരെല്ലാം കയറി ആർക്കും ഷെയർ ചെയ്തിട്ടില്ല, എനിക്കും അനിയനൊന്നും. അപ്പോൾ അതങ്ങനെ കിടക്കുക. അവിടെ ഒരു വാർഡ് മെമ്പർ വാടകയ്ക്ക് താമസിക്കുക ആ വീട്ടിൽ. അനിയൻ അതിൻ്റെ വാടകയൊക്കെ വാങ്ങിക്കുന്നത്. ഓക്കെ, അതൊന്നും നമുക്ക് പിന്നെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒന്നും ചെയ്യത്തില്ല. അച്ഛനാണെങ്കിൽ ഇങ്ങനെ എന്താണ്, ഞങ്ങളെയൊക്കെ ഓടിച്ച് കളഞ്ഞിട്ട് അച്ഛൻ എല്ലാം കൈവശപ്പെടുത്തിയല്ല, അച്ഛൻ എന്തെല്ലാം നോക്കിക്കണ്ട ഒരാളെ ആ സ്ഥലത്തോട്ട് കയറ്റാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ അമ്മയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുക. അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊടുത്തേക്കുന്ന തുണി, അച്ഛനാണെങ്കിൽ നല്ല ഡ്രസ്സ് പോലും ഇട്ടില്ല. അച്ഛൻ അയ്യത്തം കണ്ട് കിളച്ചോണ്ട് വന്നേ. ആ ഒരു ഡ്രസ്സിലാണ് അച്ഛൻ വീടിൻ്റെ മുറ്റത്ത് വീണത്. ഉരുണ്ട് താഴെ പോയി റോഡിൽ വീണ് തലപൊട്ടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഞാൻ പുനലൂർ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ആൾ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ പോവുകയൊക്കെ ചെയ്ത്. ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാതെ നമുക്കൊന്നും ഒരു വകയും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സൽപ്രവൃത്തി നമുക്ക് പരലോകത്ത് നല്ലത് വരുത്തും. മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ആ സെക്കൻഡ് അവിടെ ചെല്ലും. കാലനാണെന്നല്ല, കാലൻ്റെ ദൂതന്മാരല്ല കൊണ്ടുപോകുന്നത്. അവരവിടെ അവിടെ ചെല്ലുമ്പോൾ അപ്പം ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ദുരവസ്ഥ കണ്ട്, നരകത്തിലെ യാതനകൾ കണ്ടിട്ട് തിരിച്ചു വരുമെന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ എങ്ങനെയെങ്കിലും പ്രവേശിക്കാൻ പറ്റുമോയെന്ന് ഇത്രയ്ക്ക് പെട്ടെന്ന് ഭയന്ന് ഓടി വന്ന് ഈ ശരീരത്തിൽ കയറാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ യാതൊരു കാരണവശാലും പറ്റത്തില്ല. തിരിച്ച് ആ ജീവന് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരും അല്ലെങ്കിൽ ലൈഫിൽ കഴിയുന്നത്ര സൽപ്രവൃത്തി ചെയ്യാത്തവരും പണമൊക്കെ അട്ടിയടിക്കി വെച്ചേക്കുന്നവരും ആർക്കും കൊടുക്കാതിരിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുന്നത്. നരകത്തിൽ കിടന്ന് എന്തായാലും അനുഭവിക്കും. ഭൂമിയിൽ ഒരു പക്ഷേ പെട്ടെന്നൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ അതെല്ലാം എവിടെയെങ്കിലും കളഞ്ഞ് മരിച്ചു പോകും. അതുപോലെ വെള്ളപ്പൊക്കമോ ഒക്കെ വന്നിട്ട് അതെല്ലാം നശിച്ച് പോവുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഒരു സൽപ്രവൃത്തി ചെയ്യുവാണെങ്കിൽ, ഒരു മനുഷ്യനെ ഉപകരിക്കുവാണെങ്കിൽ, ആ പണം അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് വേറെ 2-3 പേർക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എനിക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ, അന്നദാനമോ അല്ലെങ്കിൽ വസ്ത്രദാനമോ അല്ലെങ്കിൽ ഭൂമിദാനമോ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുവാണെങ്കിൽ പരലോകത്തും അവർക്ക് ഈശ്വരൻ്റെ അടുത്ത് തന്നെ അവർക്ക് കഴിയാൻ പറ്റും, ഒരു നരകവും അനുഭവിക്കാതെ. അതൊക്കെ ഏറ്റവും ലോകത്തെ വലിയ വലിയ കാര്യങ്ങൾ.
അതുകൊണ്ട് ഈ ഏകാദശിയിൽ എല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വ്രതം നോക്കുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ഏകാദശി വ്രതമൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. എന്നാലും ഇത് കന്നത്തെ അതെനിക്ക് നോക്കണം എന്ന് തോന്നിയായിരുന്നു, അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് രാവിലെ ഇത് വായിച്ചു നോക്കി, വാമന അവതാരം. അതൊക്കെ അതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റിയതൊക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിക്കുക. കൃഷ്ണ ഹരേ രാമ ഈ മന്ത്രം ജപിക്കുക. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. താങ്ക് യു. ഗുഡ് നൈറ്റ്.